തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ബോംബ് ഭീഷണി. ബോംബ് സ്ക്വാഡിന്റെ പരിശോധന 3 മണിക്കൂർ പിന്നിട്ടു. പ്രതിയെക്കുറിച്ച് പോലീസിന് ചില സൂചനകൾ ലഭിച്ചു. അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത്. അജീഷ്, ഇത് ഒരു വ്യാജ ഭീഷണി എന്ന് ഉറപ്പിച്ചോ? ഈ പ്രതിയെക്കുറിച്ച് സൂചന കിട്ടി എന്ന് പറയുന്നത് ഈ ഭീഷണി സന്ദേശം അയച്ച ആളെപ്പറ്റി സൂചന കിട്ടിയെന്നാണോ ഉദ്ദേശിക്കുന്നത്? അതെ, അങ്ങനെയാണ്. അതായത് ഈ ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ, കേരള പോലീസിന്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലെ ആ മെസ്സഞ്ചറിലാണ് ഒരു സന്ദേശം എത്തിയത്. ഇന്നലെ രാത്രി 12 മണിയോടുകൂടിയാണ് ഈ ഒരു സന്ദേശം കിട്ടുന്നത്. പോലീസ് ഇത് വലിയ കാര്യമായിട്ട് എടുത്തില്ല. കാരണം ഇത്തരത്തിൽ ഇമെയിലിൽ വഴിയും ഒരുപാട് വ്യാജ സന്ദേശങ്ങൾ, ബോംബ് വെച്ചിട്ടുള്ളതായിട്ടുള്ള ഭീഷണി സന്ദേശങ്ങളൊക്കെ കിട്ടുന്നതാണ്. അങ്ങനെ പോലീസ് ഇന്നലെ പക്ഷേ ഒരു പ്രാഥമിക പരിശോധന നടത്തി. പിന്നീട് ഈ മെസ്സേജ് അയച്ച ആളെക്കുറിച്ച് തിരഞ്ഞപ്പോഴാണ് അതൊരു ഒറിജിനൽ ID നിന്നാണ് ഈ മെസ്സേജ് അയച്ചിട്ടുള്ളതെന്ന് മനസ്സിലായത്. അത് തെലങ്കാന സ്വദേശിയുടേതാണ്. അങ്ങനെയാണ് ഒരുപക്ഷെ ഇത് ഗൗരവതരമാണ് എന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും പിന്നീട് പരിശോധന കാര്യക്ഷമമാക്കുകയും ചെയ്തത്. ഇപ്പോഴും ഈ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലും ഒപ്പം തന്നെ കേരളത്തിലെ മറ്റു പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിലും, കൊല്ലം, കോട്ടയം, എറണാകുളം, ആലപ്പുഴ, അതേപോലെ തന്നെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനുകളിലും പോലീസിന്റെയും RPFന്റെയും പരിശോധന നടത്തുന്നുണ്ട്. 3 മണിക്കൂർ പിന്നിട്ടു ഈ പരിശോധനകളൊക്കെ. നെടുമ്പാശ്ശേരി വിമാനത്താവളമടക്കം പരിശോധന നടത്തുന്നുണ്ട്. ഇതുവരെയ്ക്കും സംശയാസ്പദമായി ഒന്നും പോലീസിനെ കണ്ടെത്താനായിട്ടില്ല. ട്രെയിനുകളടക്കം പോലീസ് ഗൗരവതരമായിട്ടുള്ള പരിശോധന നടത്തുന്നുണ്ട്. ആ യാത്രക്കാരുടെ, സംശയാസ്പദമായി കാണുന്ന യാത്രക്കാരുടെ ബാഗുകളടക്കം പരിശോധിക്കുന്നു. എന്തായാലും ഈ പ്രതിയെക്കുറിച്ചിട്ട്, അതായത് സന്ദേശം അയച്ച ആളെക്കുറിച്ച് പോലീസിന് കൃത്യമായ ഒരു സൂചന കിട്ടി. ഇയാളെ കണ്ടെത്താനായിട്ട് പോലീസ് സംഘം തെലങ്കാനയിലേക്കും തിരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 3 മണിക്കൂർ പിന്നിട്ടിട്ടുണ്ട് ഈ പരിശോധന. ഇതുവരെയ്ക്കും മറ്റ് അപകടകരമായിട്ടുള്ള ഒന്നും ഇതുവരെയ്ക്കും പോലീസിനും അതേപോലെ തന്നെ RPFനും ഫയർഫോഴ്സിനും ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലാണ്. യാത്രക്കാർക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലാണ് ഇപ്പോൾ പോലീസിന്റെ ഇവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ട്രെയിനുകളിലും മറ്റും ഇവിടുത്തെ മറ്റു പ്ലാറ്റ്ഫോമുകളിലടക്കം പോലീസ് കാര്യക്ഷമമായ പരിശോധന നടത്തുന്നുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തിരുവനന്തപുരത്തിന് പുറമെ മറ്റു റെയിൽവേ സ്റ്റേഷനിലടക്കം ഈ സന്ദേശം പരിഗണിച്ച് അത് ഗൗരവതരമായ ഒരു പരിശോധന നടത്തുന്നുണ്ട്. അതേസമയം തന്നെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും ബോംബ് വെച്ചു എന്നൊരു ഭീഷണി കൂടി വന്നിരുന്നു. കേരള പോലീസിന്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലാണ് ആ സന്ദേശവും എത്തിയത്. നേരത്തെ അജീഷ് സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലും ഒപ്പം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും ഇത് രണ്ടും വ്യാജമാണ് എന്ന് ഏറെക്കുറെ ഉറപ്പിച്ചിട്ടുണ്ട്. ഇതിൽ വ്യാജ സന്ദേശം അയച്ചയാൾ തെലങ്കാനയിൽ നിന്നാണ് എന്നാണ് സൂചന. കഴിഞ്ഞ മാസവും സമാനമായ ബോംബ് ഭീഷണിയിൽ നെടുമ്പാശ്ശേരിയിലുണ്ടായിരുന്നു. അപ്പോൾ ഈ വ്യാജ ഭീഷണി അയച്ച ആളെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അവിടേക്ക് പോകും എന്നാണ് അറിയുന്നത്. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലെ ബോംബ് സ്ക്വാഡിൻ്റെ പരിശോധന ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ്. അതുപോലെ മറ്റു പല വിമാനത്താവളങ്ങളിലും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനുകളും സമാനമായ പരിശോധന നടത്തുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം റെയിൽവേ സ്റ്റേഷനുകളിലും പരിശോധന നടത്തുകയാണ്. അപ്പോൾ ഇത് ഒരു വ്യാജ ബോംബ് ഭീഷണിയാണെന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. വ്യാജ സന്ദേശം അയച്ച ആളെ കണ്ടെത്താൻ അയാളെപ്പറ്റിയുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. പോലീസ് തെലങ്കാനയിലേക്ക് പോകും എന്നാണ് ഇപ്പോൾ ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്.